ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഇടിയപ്പത്തിൻ്റെയും നൈസ് പത്തിരിയുടെയും അപ്പത്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അതിനായി കുക്കറിൽ ഞാനിവിടെ 10 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പുഴുങ്ങി എടുത്തിട്ട് വരാം. നമുക്ക് ആവശ്യമുള്ള മുട്ടകൾ മാത്രം എടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കതൊന്ന് പുഴുങ്ങാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാളയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാം ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അതിനായി അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ച് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഈ ഉള്ളി ഇവിടെ നിന്ന് വഴണ്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് കറിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകവും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ തേങ്ങയെല്ലാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഉള്ളിയെല്ലാം നല്ലതുപോലെ ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഇവിടെ നിന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ മുട്ടക്കറിക്ക് നല്ലൊരു സ്വാദ് കിട്ടാൻ വേണ്ടിയാണ്. ഉടച്ചൊഴിച്ച് കൊടുത്ത മുട്ട നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി. തിളച്ച് പോകേണ്ട ആവശ്യമില്ല. തിളച്ച് പോയാൽ കറി പിരിഞ്ഞതുപോലെ കിടക്കും. അതുകൊണ്ട് ചൂടാക്കി എടുത്താൽ മതി. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കണം. നമ്മൾ ഉള്ളി വഴറ്റാൻ വെച്ച സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാകത്തിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മുട്ടക്കറി ഇവിടെ തയ്യാറായി. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്തൊരു സിമ്പിൾ റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.